വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ലാഡർ. ഇംഗ്ലീഷ് ലാഡറിൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡെയിലി റുട്ടീൻ, ദിനചര്യ, രാവിലെ മുതൽ രാത്രി വരെ ചെയ്യുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ദിനചര്യ, ഡെയിലി റുട്ടീൻ, രാവിലെ മുതൽ രാത്രി വരെ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. നമ്മളുടെ സ്വന്തം ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്യുമ്പോൾ അത് ഇംഗ്ലീഷിലാക്കി പറയുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ എളുപ്പമുണ്ടാകും. സോ നമുക്ക് ഡെയിലി റുട്ടീൻ എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം. ഓക്കെ, സാധാരണഗതിയിൽ എല്ലാവരും എഴുന്നേൽക്കുന്നത് വ്യത്യസ്ത സമയങ്ങളിലായിരിക്കും. സോ നമുക്കൊരു സ്പെസിഫിക് സമയം പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ എൻ്റെ സമയം എന്നുള്ള രീതിയിൽ ആണ് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഡെയിലി റുട്ടീൻ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും നടക്കുന്ന കാര്യമാണ്. ഒരു ദിവസം ഇന്നോ നാളെയോ എന്നുള്ളതല്ല, എല്ലാ ദിവസവും നടക്കുന്നതാണ്. ഓക്കെ, സോ ഇതിൽ എല്ലാ സെൻറ്റൻസിലും എവ്രി ഡേ എന്നുള്ളൊരു കാര്യം കൂടി വരുന്നുണ്ട്. നമ്മളത് എല്ലാ സെൻറ്റൻസിലും എടുത്ത് പറയേണ്ട ആവശ്യകതയില്ല. ഓക്കെ, സോ അതുകൊണ്ട് ഞാൻ എല്ലാ സെൻറ്റൻസിലും എവ്രി ഡേ എന്ന് പറയില്ല, മറിച്ച് ആ സെൻറ്റൻസ് സ്ട്രക്ചർ അതേപടി പറഞ്ഞു പോകത്തേ ഉള്ളൂ. ഓക്കെ, നിങ്ങളത് നിങ്ങളുടെ മനസ്സിൽ വെച്ച് വെച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, രാവിലെ എഴുന്നേൽക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? ഐ വേക്ക് അപ്പ് അറ്റ് 6 o'clock. ഐ വേക്ക് അപ്പ് അറ്റ് 6 o'clock. ഞാൻ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു. ഓക്കെ, ഐ വേക്ക് അപ്പ് അറ്റ് 6 o'clock. സോ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? പല്ല് തേക്കും അല്ലേ. പല്ല് തേക്കുന്നതിന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ ബ്രഷ് മൈ ടീത്ത്. ഐ ബ്രഷ് മൈ ടീത്ത്. പല്ല് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചായ കുടിക്കുന്നവരോ കാപ്പി കുടിക്കുന്നവരായിട്ടുണ്ടാവും നിങ്ങൾ അല്ലേ. ചായയോ കാപ്പിയോ കുടിക്കുകയാണെങ്കിൽ നമ്മൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ ഡ്രിങ്ക് മൈ ടീ അല്ലെങ്കിൽ ഐ ഡ്രിങ്ക് മൈ കോഫി. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും, കുളിക്കുന്നത് എങ്ങനെയാണ് പറയുന്നത്? ഐ ടേക്ക് ബാത്ത്. ഐ ടേക്ക് ബാത്ത്. ഓക്കെ, സോ നമ്മൾ ആദ്യം മുതൽ ഒന്നുകൂടി ജസ്റ്റ് ഇത്രയും വരെ നമ്മൾ മലയാളം ആഡ് ചെയ്യാതെ ഇംഗ്ലീഷിൽ മാത്രം പറയുകയാണെങ്കിൽ ഐ വേക്ക് അപ്പ് അറ്റ് 6 o'clock. ഐ ബ്രഷ് മൈ ടീത്ത്. ഐ ഡ്രിങ്ക് ടീ അല്ലെങ്കിൽ ഐ ഡ്രിങ്ക് കോഫി. ദെൻ ഐ ടേക്ക് ബാത്ത്. സോ നമ്മൾ കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അല്ലേ. രാവിലെ നമ്മൾ ഭക്ഷണം കഴിക്കും. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. സാധാരണഗതിയിൽ ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് എല്ലാവരും പറയുക. ഇനി അത് നിങ്ങൾക്ക് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബട്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഐ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാനാണ്. അതായിരിക്കും കുറച്ചുകൂടി നന്നായിട്ട് വരുന്നത്. ഇവിടെ ഹാവ് എന്നുള്ള വാക്കിന് കഴിക്കുക എന്നുള്ള ഒരർത്ഥം കൂടിയുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ മതി. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഡെയിലി ജോലിക്ക് പോകും അല്ലേ. ജോലിക്ക് പോകുന്നവർ ജോലിക്ക് പോകുന്നു അല്ലേ. അപ്പോൾ നമ്മൾ ഓഫീസിലേക്ക് ജോലിക്ക് പോകും എന്നെങ്ങനെ പറയും? ഐ ഗോ ടു ഓഫീസ്. ഐ ഗോ ടു ഓഫീസ്. ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാലോ അവിടെ നമുക്ക് ഒത്തിരി ജോലികളുണ്ടാവും അല്ലേ. ആ ജോലികൾ ചെയ്തു തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. സോ നമ്മളപ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്ന ജോലികൾ നമ്മൾ എന്ത് പറയും? ഐ ഡു മൈ വർക്ക് ഇൻ ദി ഓഫീസ്. ഐ ഡു മൈ വർക്ക് ഇൻ ദി ഓഫീസ്. റൈറ്റ്. അതിനുശേഷം അപ്പോഴേക്കും ഉച്ചയാകും. നമ്മൾ ജോലിയൊക്കെ ചെയ്തു വരുമ്പോഴേക്കും ഉച്ചയാകും. ഉച്ചയാകുമ്പോൾ നമ്മൾക്ക് ഉച്ചഭക്ഷണം കഴിക്കണം അല്ലേ. ലഞ്ച് കഴിക്കും. അപ്പോൾ അത് നമ്മളെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഐ ഹാവ് മൈ ലഞ്ച് അല്ലെങ്കിൽ ഐ ഈറ്റ് മൈ ലഞ്ച്. ഇത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പറഞ്ഞ അതേ റെപ്പറ്റീഷനാണ്. അവിടെ ആ വാക്ക് ലാസ്റ്റത്തെ ഒരു വാക്ക് മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കത് വളരെ ഈസി ആയിട്ട് ഓർത്ത് വയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി ഭക്ഷണം കഴിച്ച് നമ്മൾ എഗെയിൻ ബാക്ക് ടു വർക്കാണ്. വീണ്ടും നമ്മൾ ജോലി ചെയ്യുന്നു. അത് കഴിഞ്ഞ് വൈകിട്ട് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും ഓഫീസിൽ നിന്ന് സാധാരണഗതിയിൽ നമുക്കൊരു ചായയോ കാപ്പിയോ എന്തെങ്കിലും കിട്ടും അല്ലേ. അപ്പോൾ ചായയോ കാപ്പിയോ കുടിക്കുന്നത് നമുക്ക് സെയിം റെപ്പറ്റീഷൻ നമുക്ക് കൊണ്ടുവരാം. അവിടെ ഐ ഡ്രിങ്ക് കോഫി അല്ലെങ്കിൽ ഐ ഡ്രിങ്ക് ടീ എന്ന് പറയാം. ഓക്കെ, ഇനി അതിനുശേഷം അപ്പോഴേക്കും വൈകുന്നേരം 5-5:30 ആക്കി കഴിയുമ്പോഴേക്കും നമ്മുടെ ഓഫീസിലെ വർക്കെല്ലാം കഴിയും. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരണം. ഇത് എല്ലാ ദിവസവും ചെയ്യുന്നൊരു പരിപാടിയാണ് അല്ലേ. എല്ലാ ദിവസവും ഓഫീസിൽ പോകുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ നമ്മൾ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്നത് എങ്ങനെ പറയും? ഐ കം ബാക്ക് ഫ്രം ദി ഓഫീസ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഐ കം ബാക്ക് ടു മൈ
ഹൗസ്. ഓക്കെ, രണ്ട് പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ വീട്ടിലേക്ക് വരുന്നു, അതുപോലെ ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്നു. ഇതാണ് ഈ രണ്ട് സെൻറ്റൻസസിൻ്റെയും അർത്ഥം. ഓക്കെ, ഇനി മൂവിങ് ഓൺ. നമ്മൾ വീട്ടിലെത്തിക്കഴിയുമ്പോഴേക്കും നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾക്ക് ഫാമിലി ആയിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം അല്ലേ? നമ്മൾ ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യും. ചിലരാണെന്നുണ്ടെങ്കിലോ നമ്മളുടെ കുട്ടികളായിട്ടൊക്കെ കളിക്കുകയോ അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുകയോ ചെയ്യും അല്ലേ? അപ്പോൾ നമുക്ക് പറയാം ഐ സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി. ഐ സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി. അതല്ലെങ്കിൽ പറയാം ഐ പ്ലേ വിത്ത് മൈ കിഡ്സ്. ഐ പ്ലേ വിത്ത് മൈ കിഡ്സ്. എങ്ങനെ വേണേലും പറയാം. പിന്നെ നമുക്ക് കുറച്ച് ഒഴിവ് സമയം കിട്ടുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ടി വി കാണുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ ടി വി കാണും. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ന്യൂ ട്രെൻഡ് അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് എപ്പോഴും മൊബൈലിലായിരിക്കും അല്ലേ? യൂട്യൂബ്, ഇപ്പോൾ ഇതേപോലെയുള്ള നമ്മളുടെ വീഡിയോസ് അങ്ങനെയുള്ളതെല്ലാം കാണും അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും? ഐ വാച്ച് ടി വി അല്ലെങ്കിൽ ഐ വാച്ച് യൂട്യൂബ്. അങ്ങനെ പറയാം. ഐ വാച്ച് ടി വി അല്ലെങ്കിൽ ഐ വാച്ച് യൂട്യൂബ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ ചെയ്യുന്നതാണ്. അത് നിങ്ങളുടെ ദിനചര്യയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോകാം നമുക്ക്. ഓക്കെ, ഇനി അതിനുശേഷം ഡെഫിനറ്റ്ലി നമുക്ക് സമയം കിട്ടിയത് നമ്മളുടെ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ടി വിയോ യൂട്യൂബോ കണ്ടു. അതിനുശേഷമായിരിക്കും നമ്മളുടെ ഡിന്നർ കഴിക്കാൻ പോകുന്നത്. സോ എഗെയിൻ ദ റെപ്പറ്റീഷൻ പാർട്ട്. നമ്മൾ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കഴിച്ചതുപോലെ തന്നെ നമുക്കിവിടെയും പറയാം ഐ ഹാവ് മൈ ഡിന്നർ അല്ലെങ്കിൽ ഐ ഈറ്റ് മൈ ഡിന്നർ. അങ്ങനെ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ രാത്രിത്തെ ഭക്ഷണവും അവിടെ കഴിക്കുന്നു. ഇനി രാത്രിത്തെ ഭക്ഷണം കഴിഞ്ഞ് പല്ല് തേക്കുന്നത് ഒരു പരിപാടി കൂടി ഉണ്ടല്ലേ? അത് നമുക്ക് സെയിം റെപ്പറ്റീഷനായിട്ട് വേണമെങ്കിൽ പറയാം. ലൈക്ക് ഐ ബ്രഷ് മൈ ടീത്ത്. ഓക്കെ, അറ്റ് നൈറ്റ്. അവിടെ അറ്റ് നൈറ്റ് എന്നുള്ള സംഭവം കൂടി ഒന്ന് ആഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് ഏറ്റവും ലാസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഉറങ്ങാൻ പോകുന്നു അല്ലേ? നമ്മൾ ഉറങ്ങാൻ പോകുന്നത് നമുക്ക് പറയാം, നമുക്ക് രണ്ട് രീതിയിൽ പറയാം. ഒന്ന് നമുക്കിങ്ങനെ പറയാം ഐ ഗോ ടു ബെഡ്. ഐ ഗോ ടു ബെഡ്. അല്ലെങ്കിൽ പറയാം ഐ സ്ലീപ്പ് അറ്റ് 10. അല്ലെങ്കിൽ സമയം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയാം. ഐ ഗോ ടു ബെഡ് അറ്റ് 10 o'clock. അല്ലെങ്കിൽ നമുക്ക് പറയാം ഐ സ്ലീപ്പ് അറ്റ് 10 o'clock എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ സാധാരണഗതിയിൽ ദിനചര്യ പോകുന്നത്. രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയി അല്ലേ? അപ്പോൾ എപ്പോഴും തുടക്കക്കാർക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് അറിയാമോ? ഇതിൻ്റെ എല്ലാത്തിലും ഇടയിൽ കുറേ സംഭവങ്ങൾ അങ്ങോട്ട് ആഡ് ചെയ്യാൻ നോക്കും. നിങ്ങൾ ചിലപ്പോൾ ഈ പറയുന്ന വേക്കുന്നോ ഗോന്നോ നമ്മൾ ഗോ ടു ദ ഓഫീസ് എന്ന് പറയുന്നതിന് പകരം ഐ വിൽ ഗോ എന്ന് പറയും. ചിലർ ഐ ഗോയിങ് ടു ഓഫീസ് എന്ന് പറയും. ഇതെല്ലാം കോമൺ ആയിട്ട് കണ്ടുവരുന്ന മിസ്റ്റേക്കുകളാണ്. അപ്പോൾ നമ്മൾ വേറെ ഒന്നിനെക്കുറിച്ചും ആലോചിക്കണ്ട. സാധാരണഗതിയിൽ എല്ലാവർക്കും എന്താണ് പറ്റുന്നത്? എല്ലാവരും ഗ്രാമറിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കും അല്ലേ? ഗ്രാമറായിട്ട് ചിന്തിക്കുമ്പോഴേക്കും ഈ ഒരു സെൻറ്റൻസുകളിൽ ഈസോ വോസോ വില്ലോ ഒരു സാധനവും വരുന്നില്ല. അപ്പോൾ ഇതെല്ലാം ശരിയാണോ എന്ന് ഓട്ടോമാറ്റിക്കലി ഡൗട്ട് വരും അല്ലേ? അങ്ങനത്തെ യാതൊരു ചിന്തയും നമുക്കിവിടെ വേണ്ട. നമ്മൾ സിമ്പിളായിട്ട് പറയുന്നു ഐ വേക്ക് അപ്പ് അറ്റ് 6, ഐ ഗോ ടു ഓഫീസ്. അങ്ങനെ ഓരോരോ സെൻറ്റൻസും അതിൻ്റെ ഇടയിൽ ഈസോ വാസോ ഒരു സംഭവം നമുക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഡെയിലി റുട്ടീൻ കിട്ടും. ഇനി ഞാൻ പറഞ്ഞുവല്ലോ, തുടക്കത്തിൽ പറഞ്ഞു എൻ്റെ രീതിയിലാണ് ഞാൻ ഈ ഡെയിലി റുട്ടീൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഓരോരുത്തരുടെയും ഡെയിലി റുട്ടീൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ വീട്ടമ്മമാരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരുടെ ഡെയിലി റുട്ടീൻ ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡെയിലി റുട്ടീൻ എടുക്കുകയാണെങ്കിൽ അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഓഫീസിൽ പോകാതെ വീട്ടിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ റുട്ടീൻ ഡിഫറെൻ്റ് ആയിരിക്കും. സോ എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള റുട്ടീൻ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഡെയിലി റുട്ടീൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഈ വീഡിയോയെ പറ്റി എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്കും അത് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. നമ്മൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്നേക്കണം, ഷെയർ ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ജോർജ് ഡൈവി.